പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 74 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. പൊടിയൊരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുൾപ്പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം. ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങിതിനാൽ ഓർക്കിലേകം. പൊടിയൊരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുൾപ്പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം. ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പൊടി എന്ന് വെച്ചാൽ പൊടി. ഒരു ഭൂവിൽ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ അസംഖ്യം, എണ്ണമറ്റതാണ്. ആ പൊടിക്ക് ഉൾപ്പെടും, ആ പൊടിയുടെ എല്ലാം ഉള്ളായിരിക്കുന്ന ഒരു ഭൂവ്, ഒരേയൊരു ഭൂമി. ഇതിനില്ല ഭിന്നഭാവം. ഭൂമിയിൽ നിന്ന് വേറിട്ട് പൊടിക്കോ പൊടിയിൽ നിന്ന് വേറിട്ട് ഭൂമിക്കോ ഉണ്മയില്ല. അതുപോലെ ജഡം ചിത്തിലും അമരുന്നു, ജഡം ചിത്തിൽ ഉള്ളലിയുന്നു, ചിത്ത് ഉടലിലും, ചിത്ത് ജഡമായ ഉടലിലും ഉള്ളലിയുന്നു. ഇതിനാൽ, ഇതുകൊണ്ട് തന്നെ ഇവിടെ ഓർക്കിൽ, മനനം ചെയ്തു നോക്കിയാൽ ഇത് ചിത്തും ജഡവും ഏകം, ഒന്നാണ്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. പൊടി ഈ ഭൂമിയിൽ എണ്ണമറ്റതാണ്. ആ പൊടിയുടെ എല്ലാം ഉള്ളായിരിക്കുന്ന ഒരേ ഒരു ഭൂമി. ഭൂമിയിൽ നിന്ന് വേറിട്ട് പൊടിക്കോ പൊടിയിൽ നിന്ന് വേറിട്ട് ഭൂമിക്കോ ഉണ്മയില്ല. അതുപോലെ ജഡം ചിത്തിൽ ഉള്ളലിയുന്നു, ചിത്ത് ജഡമായ ഉടലിലും ഉള്ളലിയുന്നു. ഇതുകൊണ്ട് തന്നെ ഇവിടെ മനനം ചെയ്തു നോക്കിയാൽ ചിത്തും ജഡവും ഒന്നാണ്. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. ഈ ഭൂമി മുഴുവനും പൊടി കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്, അല്ലേ? ഭൂമിയിൽ എവിടെ നോക്കിയാലും എന്താണ്? പൊടിയാണ്. എന്തെല്ലാം തരത്തിലുള്ള പൊടികൾ! ആധുനിക ശാസ്ത്രം പറയുന്നത് പരമരേണുക്കൾ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഒരു ആറ്റത്തിൻ്റെ ഉൾഘടനകൾ. ഇങ്ങനെയുള്ള എണ്ണമറ്റ ആറ്റങ്ങൾ പ്രപഞ്ച നിർമ്മാണത്തിൽ പങ്കുചേർന്നിരിക്കുന്നുണ്ട്. തൃപ്പാദങ്ങൾ ഇവിടെ ഭൂമിയിലെ പൊടിയെ ഉദാഹരിച്ചു പറയുമ്പോൾ വളരെ വിശദമായ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു കുശവൻ ഒരു കുടം ഉണ്ടാക്കിയാൽ അതിനുപയോഗിച്ച കളിമണ്ണ് എന്താണ്? അത് പൊടിയാണ്, അല്ലേ? ആ കുടം മുഴുവൻ പൊടി തന്നെയാണ്. ആ പൊടിയിലെല്ലാം എന്തിരിക്കുന്നു? കുടം ഇരിക്കുന്നു. കുടത്തിന് ആകാരത്തെ നൽകുന്നത് പൊടിയാണ്, അതായത് ആകൃതി നൽകുന്നത് ഈ പൊടി തന്നെയാണ്. പൊടിയെ വിട്ട് കുടത്തിനിരിക്കാനോ കുടത്തെ വിട്ട് പൊടിക്കിരിക്കാനോ കഴിയുകയില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും ഉൾച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവനിലും ഉള്ളത്. നാം മനസ്സിനെയും ശരീരത്തെയും ചിലപ്പോഴൊക്കെ രണ്ടായി മനസ്സിലാക്കി പോരാറുണ്ട്, അല്ലേ? നമ്മുടെ ശരീരവും മനസ്സും രണ്ടാണെന്ന് നാം മനസ്സിലാക്കുന്നത്. നാം അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? മനസ്സും ശരീരവും രണ്ടെന്ന് ധരിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ അസംതുലിതാവസ്ഥ തുടങ്ങുകയായി. അതുകൊണ്ട് തൃപ്പാദങ്ങൾ ചിത്തും ജഡവും എന്നുള്ള വിഭാഗീയതകൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നും, ജഡത്തിൽ ചിത്ത് അമർന്നിരിക്കുകയും ചിത്തിൽ ജഡം അമർന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാൽപ്പനികമായി മനുഷ്യൻ സൃഷ്ടിച്ച ഭേദബുദ്ധികളെയെല്ലാം തൃപ്പാദങ്ങൾ സമഗ്രമായി സമന്വയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 74 മന്ത്രത്തിൻ്റെ
ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.